പീറ്റർ നവാരോയുടെ ഒരു പുതിയ പ്രസ്താവന ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് ബ്രിക്സ് ഏതുവരെ പോകുമെന്നൊക്കെ കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൽ അസൂയ കുശുമ്പ് മൂത്തിരിക്കുകയാണ് ഇവിടെ അമേരിക്കക്കാരെല്ലാം. ബ്രിക്സ് എങ്ങനെയെങ്കിലും തകർന്നടിഞ്ഞാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു രസകരമായിട്ടുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രാജ്യം, അമേരിക്കയുടെ തന്നെ ഒരു സുഹൃത്ത് രാഷ്ട്രമൊന്നും പറയാൻ പറ്റില്ല, ഇസ്രായേൽ സ്റ്റേറ്റ്. ആ ഒരു അവരുടെ ഒരു നിലപാട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാവുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ നിലപാടാണ് കണ്ടു പഠിക്കേണ്ടത് ലോകരാഷ്ട്രങ്ങളെല്ലാവരും. കാരണം ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു നിലപാടുണ്ട്. ഇന്ത്യ എല്ലാ വിഷയത്തിലും ഇതിപ്പോൾ താരിഫ് വിഷയം അവരെടുത്ത് പറയുന്നുണ്ട്. താരിഫ് വിഷയമായിക്കോട്ടെ, യുക്രൈൻ വിഷയമായിക്കോട്ടെ, ഇസ്രായേൽ പാലസ്തീൻ വിഷയമായിക്കോട്ടെ, എല്ലാത്തിലും ഇന്ത്യ കൃത്യമായ നിലപാടെടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നിലപാടെടുക്കേണ്ടത് എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇത് അമേരിക്കയുടെ മൂക്കിൻ തുമ്പത്തിരുന്ന് ചൊറിയുന്ന ഒരു പരിപാടിയും കൂടെയാണ്. ഇത് ഇസ്രായേൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാനുള്ള ഒരു കാരണം എന്തുകൊണ്ടായിരിക്കും? വിജയ്, ഇതിനകത്ത് വലിയൊരു ലോകക്രമത്തിനകത്തൊരു വലിയ വ്യത്യാസം വരിക. അതെ, അതിനകത്തെന്ന് പറഞ്ഞാൽ അമേരിക്ക ചക്രവർത്തി, പിന്നെ ബാക്കിയെല്ലാം അവരുടെ സാമന്ത രാജ്യം അങ്ങനെയൊക്കെ പറയുന്നില്ല, അല്ലെങ്കിൽ ഇവരുടെ അല്ലാത്തവനെ എല്ലാം റെസീം ചേഞ്ച് ഉണ്ടാക്കുക, ആ രാജ്യത്തെ നശിപ്പിക്കുക. ഈ ഒരു സിസ്റ്റം ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പുറത്തും ഉണ്ടായിരുന്നു. റെസീം ചേഞ്ച് ഒക്കെ ഒരുപക്ഷെ അതിന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. ഇന്ദിരാഗാന്ധി അന്ന് മരണപ്പെട്ടു, മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം രാജീവ് ഗാന്ധിയുടെ മരണത്തിനകത്തും ഈ സംശയമുണ്ട്, അത്രയില്ലെങ്കിലും. അപ്പം അവർക്ക് താല്പര്യം, അവർക്കെതിരെ നിൽക്കുന്നവരെ അവരെങ്ങും ഇപ്പം തന്നെ ജപ്പാനിലെ അവസ്ഥ ഉണ്ടാകും. ജപ്പാൻ പ്രധാനമന്ത്രി ഒരുപക്ഷെ നമുക്ക് അനുകൂലമായിട്ട് സംസാരിച്ചുകൊണ്ട് റസീം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി, അല്ലെങ്കിൽ രാജിവെപ്പിച്ചു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വർത്തമാനം വരുന്നത് എത്രത്തോളം ശരിയാന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അതെ ഇപ്പൊ തന്നെ നേപ്പാൾ ഒരിടത്തെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ വാർത്ത വന്നോണ്ടിരിക്കും. ഡീപ് സ്റ്റേറ്റ് ഇടപെടലുണ്ട് നടന്ന കലാപത്തിൽ. അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം സ്റ്റേറ്റ് എന്ന് പറയാം ഈ പറയുന്നത് പോലെ ഇസ്രായേൽ, അമേരിക്കയുടെ അത് രണ്ട് വകുപ്പുണ്ട്. അമേരിക്കയെ ഫണ്ട് മാറ്റി വെക്കും ഇസ്രായേലിന്. പിന്നെ ഇതിനകത്ത് അമേരിക്ക ഫണ്ട് മാറ്റിവെച്ച് അമേരിക്കയുടെ ഭാഗമായിട്ട് ഇസ്രായേലിനെ നിർത്തിയേ മതിയാകത്തുള്ളൂ അമേരിക്കയ്ക്ക്. കാരണം അവന്റെ ടെക്നോളജിയും അവൻ്റെ തലമണ്ടയും ഈ പറയുന്ന ജൂതനെ പറ്റി പഠിക്കുമ്പം ആ രാജ്യത്തിനെ സമ്പദ് വ്യവസ്ഥയും ടെക്നോളജിയും പല മേഖലയും അമേരിക്കയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനകത്ത് ജൂത സമൂഹത്തിന് ഒരു കൈയുണ്ട്. അത് റഷ്യയിലുണ്ട്, ലോകത്തുടനീളമുണ്ട്. റഷ്യയിൽ എത്ര മനുഷ്യന്മാരുണ്ട്, ഏറ്റവും വലിയ നെറ്റ്വർക്കാണ് നമ്മുടെ നെറ്റ്വർക്ക്. അപ്പോൾ ലോകത്തെ നിയന്ത്രിക്കുന്ന അതെ പ്രതിരോധ സംവിധാനം, ഈ പറയുന്ന ടെക്നോളജീസ്, അതുപോലെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതല്ല. ഇപ്പം ഞാൻ ജൂതനാണോന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് അല്ലെങ്കിൽ അറിയാൻ പറ്റാത്ത രീതിയിൽ പല ജൂതന്മാരും പലയിടത്തുണ്ട്. കാരണം പണ്ട് ഇവരെ എവിടെ നിന്നാലും കൊല്ലുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ പേര് മാറ്റിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് പരസ്പരം അറിയുകയും ചെയ്യാം. അപ്പം ഞാനീ പറഞ്ഞു വന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന അത്രയ്ക്ക് ബന്ധമുള്ളൂ. ഇസ്രായേൽ എന്ന് പറഞ്ഞു തുടങ്ങി. കാരണം ഇയാൾ എന്തോ ഈ പറയുന്നത്, ഇയാൾ എന്തോ വട്ടാ കാണിക്കുന്നത്. ഇയാൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും വേണ്ടപ്പെട്ടൊരു രാജ്യം, ആ രാജ്യത്തിൻ്റെ അവിടെ ചെന്നിട്ട് യുദ്ധം ചെയ്തോളം പറഞ്ഞിട്ട് ഇങ്ങോട്ട് മാറി നിന്നിട്ട് ഇയാളെ ചെയ്ത കുറിച്ചുകൊണ്ടുള്ള വീഡിയോസ് കണ്ട് പണ്ട് ഇവൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, ഞാൻ കൈകാര്യം ചെയ്യും. ഇറാനായിട്ടുള്ള വിഷയത്തിനകത്തൊരു വീഡിയോ ഒന്നും കണ്ടില്ലേ, എന്നിട്ട് ഇതെടുത്ത് അയാൾ ട്രൂത്തിനകത്ത് ഇട്ടേക്കുക. എന്തോ ഒരു വിവരക്കേടാ, എന്ത് പറയാൻ പറ്റും? മനസ്സിലായി, പറയുന്നതിനൊരു പരിധിയില്ല. ഇവൻ അയാൾക്ക് വിവരക്കേടാന്നും ബോധമില്ലാത്തതാണെന്ന് പറഞ്ഞിട്ട് നെതന്യാഹുവിന് പറയുന്നതിന് അല്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ ഇതേ രീതിയിലേക്കുള്ള പോകുന്ന സമയത്ത് ഇതിപ്പോൾ ഇന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ, പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ മൊത്തം ചർച്ച ഇന്ത്യ എടുക്കുന്ന നിലപാടാണ് ശരി. കാരണം ഒരു രാജ്യത്തിന് ആ രാജ്യത്തിന് സ്വന്തമായിട്ട് നിലപാടെടുക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നട്ടലോടുകൂടി ആരുടെ അടുത്തും കാര്യം പറഞ്ഞ് നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഒരു രാജ്യം വരുമ്പോഴാണ് ആ രാജ്യം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കമാണ് രാജ്യത്തിനുണ്ടാവേണ്ടത്. ഇത് ഇങ്ങനെ പറയണമെങ്കിൽ അത് ഉണ്ടാവുന്നില്ല നെതന്യാഹുവിൻ്റെ രാജ്യത്ത് അല്ലെങ്കിൽ ഇസ്രായേലിന്. തീരുമാനങ്ങൾ അമേരിക്ക എടുക്കുന്നു, അല്ലെങ്കിൽ പല കാര്യത്തിനകത്ത് അമേരിക്കയുടെ തീരുമാനത്തിന് വഴങ്ങി കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഇത് തന്നെ കഴിഞ്ഞ ദിവസം ആസ്ട്രേലിയൻ പത്രം പറഞ്ഞ ആസ്ട്രേലിയയുടെ അവിടുത്തെ ഒരു മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ ജനത്തിൻ്റെ അഭിപ്രായം തന്നെ ഇന്ത്യ കണ്ടുപിടിക്കുന്നത്. നമ്മളെന്തിനാ വല്ലതിൻ്റെയൊക്കെ ചവിട്ടും കുത്തും നിൽക്കുക, നമുക്ക് നമ്മുടെ നിലപാട് വേണ്ടേ, ആ രീതിയിലേക്കുള്ള സ്റ്റാൻഡ്. ഇത് ലോകം മൊത്തം ഈ രീതിയിലേക്കുള്ള ചർച്ചയാണ്. ഇന്നലെ തന്നെ ബ്രിക്സിൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബ്രിക്സിൻ്റെ അത് ചർച്ചയ്ക്കകത്ത് ഇന്നലെ ചൈന പ്രസിഡന്റ് ചൈന പ്രസിഡന്റ് വന്നു, അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് വന്നു. നമ്മൾ ഇന്നലെ പങ്കെടുത്തിട്ടില്ല. ഒരു ചർച്ച എന്തുകൊണ്ട് മോദി പങ്കെടുത്തു?
ഇവിടെ മോദിയെക്കാട്ടി വലിയ രാജ്യത്തിന്റെ ആളാ പുടിന്, അല്ലെങ്കിൽ അതിനെക്കാട്ടി വലിയ സാമ്പത്തിക സംവിധാനമാണ് ഈ പറയുന്ന പോലെ ചൈന. ബാക്കി പല രാജ്യങ്ങളും എന്തുകൊണ്ട് മോദി പങ്കെടുത്തില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞില്ലേ ഈ മോദിയുമായിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ സുഹൃത്താണ് മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞപ്പോൾ മോദി തിരിച്ചു പറഞ്ഞു. അപ്പം എന്തെങ്കിലും വ്യത്യാസം ജിയോ പൊളിറ്റിക്സിനകത്ത് വന്നു? ഒരു വ്യത്യാസം വന്നില്ല. 3 ദിവസമായിട്ട് ഇദ്ദേഹത്തിന് ഞാനും തിരക്കുണ്ട്. എന്തോന്നറിയോ, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനകത്ത് ഈ പറയുന്ന പോലെ ഓരോ വോട്ട് പറഞ്ഞാൽ പപ്പും പിള്ളേരും എല്ലാം പറഞ്ഞ് ഞങ്ങൾ പിടിച്ചേ പറഞ്ഞിട്ട് വേളം ഉണ്ടാക്കത്തില്ല. അതേസമയം ഓരോ വോട്ട് പപ്പുവിന്റെ പിടിച്ചാൽ ഇവർക്ക് കൊള്ളാം. അതിനകത്ത് മോദി താർന്ന് പരിപ്പണമായി നാശമായി തീർന്നു കണ്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കേരള മാധ്യമങ്ങൾക്ക് പിന്നെ ഇരിക്കാൻ നിർത്തി കാണത്തില്ല. അപ്പൊ അതിനകത്തുകൊണ്ട് അത് പ്രധാനമായതുകൊണ്ട് അദ്ദേഹം ചെല്ലുന്ന കാര്യങ്ങൾ അതിനെക്കാട്ടി വൃത്തിയായിട്ട് പറയാനും വേറൊരു രാജ്യം പറയുന്ന കാര്യങ്ങൾ ഏറ്റവും ആ രാജ്യം പറയുന്ന ഇതിനെക്കാട്ടിൽ കൂടുതൽ കേട്ട് മനസ്സിലാക്കാനും കഴിവുള്ള ആളിനെ വിട്ട് ആരാ? ജയശങ്കർ. മോദി ഒരുപക്ഷെ ഇതിലും മയമായിട്ട് കാര്യം പറയും, ജയശങ്കർ കട്ടാൻ റൈറ്റായിട്ട് പറയും. അമേരിക്കയോട് കൂടും യുദ്ധം അവരെ നിർത്തിയെന്ന് പറഞ്ഞപ്പോൾ ഈ മോദി ഒരു മര്യാദയ്ക്ക് പറഞ്ഞു, ജയശങ്കർ പറഞ്ഞത് എല്ലായിടത്തും പറഞ്ഞത് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മളെല്ലാം കേട്ടതാണല്ലോ. അപ്പൊ ഇതേ അവസ്ഥയാണ് ഇപ്പൊ ഈ പറയുന്നത് പോലെ ഇന്ത്യയുടെ ലോകത്ത് ഇന്ത്യക്കുണ്ടാവുന്ന ഒരവസ്ഥ. നമ്മളീ പറഞ്ഞാൽ ഇതൊരു യുദ്ധമാണ്. നരേന്ദ്രമോദി നെഞ്ചത്ത് കൈ വെച്ചിട്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. എൻ്റെ രാജ്യത്തിനകത്ത് ഈ തീരുമാനം കൊണ്ടുവരുന്നത്, അതായത് താരിഫ് തീരുമാനത്തിനകത്ത് അമേരിക്കയുടെ തിട്ടൂരത്തിന് വഴങ്ങിക്കൊടുക്കാത്ത ഒരു നിലപാട് ഇന്ത്യക്ക് വേണ്ടി, ഇവിടുത്തെ കർഷകന് വേണ്ടി, സാധാരണക്കാരന് വേണ്ടി, പാല് കച്ചവടക്കാരന് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് വരുന്ന കുഴപ്പം എല്ലാവരും പറഞ്ഞാലും വലിയ കുഴപ്പം വരും, അല്ലെങ്കിൽ വരുന്ന കുഴപ്പത്തിൻ്റെ ഉത്തരവാദി ഞാനാണെന്ന് പറഞ്ഞാൽ മോദി ഏറ്റെടുത്തത്. ആ ഉത്തരവാദി ഞാനാണെന്ന് പറഞ്ഞ് മോദി ഏറ്റെടുത്ത വിഷയം ഇപ്പം ഇതുവരെ പരിശോധിക്കുമ്പോൾ നമ്മൾ വിജയത്തിലേക്കാവും. ഇതിനകത്ത് വിജയിച്ചാൽ ഉണ്ടല്ലോ വിജയ്, ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിൽ, അല്ലെങ്കിൽ ഒരു ആരുമായിട്ടാണ് നമ്മുടെ യുദ്ധം? അമേരിക്ക. വിജയ് ദാപ്പോട്ട് ഇറങ്ങി ചെന്നിട്ട് ഒരു മുണ്ടും തുണി കൊടുക്കാത്ത ഒരു കള്ളുകൂടിയും വരുമ്പോൾ അവൻ 2 അടി കൊടുത്തിട്ടൊന്നും കാര്യമില്ല. മനസ്സിലായില്ലേ? ഏറ്റവും വലിയ ഒരു കക്ഷിയെ പിടിച്ച് 2 എണ്ണം കൊടുത്ത് ഫേമസ് ആവും. അല്ലെങ്കിൽ അതാ ഇപ്പം നമ്മൾ കളിച്ചേക്കുന്ന കളി അങ്ങനത്തെ കളിയാണ്. ഈ കളിയുടെ വിജയം എന്ന് പറഞ്ഞാൽ പിന്നെ അമേരിക്ക പതിറ്റാണ്ടുകളായിട്ട് നേടിയെടുത്ത അല്ലെങ്കിൽ ഒരു മേൽക്കോയ്മ നശിച്ചു പോവുകയും ചെയ്യും. നമ്മളിപ്പം ഇന്നലെ ഒരു ചർച്ചയ്ക്കകത്ത് നമ്മൾ പോയില്ല, ലോകത്ത് വേറെ ആര് ചെന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി ചെന്നില്ല ചർച്ചയാണ്. ഇനി ആ ഒരു കാര്യം ഇപ്പൊ തന്നെ ചർച്ചയാണ്, ഇന്ത്യയുടെ അഭിപ്രായത്തിനകത്ത് ചർച്ചയാണ്. SCO മീറ്റിനകത്ത് പ്രധാനമന്ത്രി പറയുന്നതിനകത്ത് എന്താണെന്നുള്ളതിനകത്ത് കാര്യം, മോദി വരുന്നു, ശരി എന്താണ് പറയുന്നത്? അപ്പൊ ആ രീതിയിൽ ഇതിന്റെ ഒരു ഹൈപ്പ് ഏത് വലിപ്പം. അപ്പൊ അത് വലിയൊരു കാര്യമായിട്ടും, അല്ലെങ്കിൽ ഇന്ത്യ പൂർണ്ണമായിട്ട് ജയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. 30 ട്രില്യനാ അവൻ്റെ GDP, നമ്മുടെ 4.3, 5ലേക്ക് അടുക്കുന്നേ ഉള്ളൂ. നമ്മൾ ഇവൻ്റെ എത്രയോ പുറകിലാണ്. പക്ഷെ നമ്മൾ വരുന്നത് അവൻ നോക്കിയിരിക്കുക ഇപ്പോഴേ അടിക്കാൻ. അവൻ്റെ എത്ര വന്നാൽ അവൻ്റെ കൂടെ എത്തും. അപ്പോൾ അവൻ ഇപ്പോഴേ വരുന്നു. അപ്പം നമ്മൾ മനസ്സിലാവുന്നുണ്ട് അതാണ് അമേരിക്കയുടെ ലക്ഷ്യം. പക്ഷെ നമ്മളിതെല്ലാം മറികടന്ന് പോകുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ വിജയം ഒരു പൂർണ്ണ വിജയത്തിലേക്ക് പോകും, സമ്പൂർണ്ണ വിജയത്തിൽ. എന്ന് വെച്ചാൽ അതുപോലത്തെ ഒരു കളിയാണ്. നമ്മൾ റിസ്ക് എടുക്കുക, റിസ്ക് എടുക്കുന്നത് ഏറ്റെടുത്തിരിക്കുന്നു. അമേരിക്ക ഈ കളിക്കുന്ന കളി ഒരുപക്ഷെ അമേരിക്ക തകർച്ചയിലേക്ക് പോകും. ഒരു ഭരണാധികാരി, പല ഭരണാധികാരികളാണ് പല രാജ്യത്തെയും, പല റഷ്യ നശിപ്പിച്ച ഗോർബച്ചോവാണ് പറയുന്നത്. അതെ, ഒറ്റ ഭരണാധികാരി മതി. ഇയാളുടെ ഈ നിലപാടുകൾ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങി. 3000 ലക്ഷം കോടി കടം. അതുണ്ടല്ലോ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, ഇത്ര ട്രില്യൺ GDP-ന് അത്രയും ആഭ്യന്തര കടമുണ്ട്. പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. മാന്ദ്യത്തിലേക്ക് പോവാ. ഈ 2008 മാന്ദ്യം പറഞ്ഞ ചർച്ച ചെയ്തില്ലേ, അല്ലെങ്കിൽ അന്നത്തെ സാമ്പത്തിക മാന്ദ്യം നേരത്തെ പ്രവചിച്ചാണ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക മാന്ദ്യം ഈ വരുമാനത്തിന്റെ 30% പലിശ അടയ്ക്കാൻ. അതെ, പലിശയാണ്. അതായത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. വീണുപോയാൽ വീണുപോയാലെന്നല്ല, ഈ പോക്കിൽ വീണും. ഇയാൾ ഈ വെപ്രാളം പിടിച്ച് കാണിക്കുന്നതൊക്കെ എന്ന് പറയാൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള കാര്യം. ഇയാൾ രക്ഷപ്പെടാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇയാൾക്ക് മാത്രം രക്ഷപ്പെടാൻ പറ്റും. അമേരിക്കയുടെ കാര്യം പോക്കടിക്കും. കാരണം അത് മസ്കോ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അപകടമാണ്. ഇയാളെക്കാട്ടി ബുദ്ധി വ്യവസായികൾക്കുണ്ടല്ലോ, അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം. അവിടുത്തെ വലിയ വ്യവസായികൾ പറയുന്നത് അപകടമാണ്. ഇന്ത്യയായിട്ട് നിങ്ങൾ ഈ നീക്കുമൊക്കെ നടത്തരുത്. ഈ ഇന്ത്യയുടെ നീക്കുമൊക്കെ നടത്തിയാണ് ഇന്ത്യയുമായിട്ടുള്ള കച്ചവടം പോകുന്നതിനപ്പുറം ലോകം മൊത്തത്തിലുള്ള രാജ്യങ്ങളും തിരിഞ്ഞില്ലേ. ഇനി ആര് ഈ നമ്മൾ നിൽക്കുന്ന നിലപാടിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ മാനസിക ഐക്യമായി നാളെ കാലത്ത് തിരിയുകയും ചെയ്യും. ഈ GCC രാജ്യങ്ങളൊക്കെ തിരിഞ്ഞു പോകും ചെയ്യും.
എന്ന് വെച്ചാൽ ഇപ്പം നിൽക്കുന്ന എന്തോന്നു റെസ്യൂം ചേഞ്ച് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ അവൻ്റെ രാജ്യഭരണം ഇല്ലാതാക്കും. ഇവന് ആ ശക്തി ഉണ്ടല്ലോ. കുറേ ദിവസം കഴിയുമ്പോൾ അവന് ആ നട്ടലോടുകൂടി നിൽക്കാൻ വരുന്ന സുഹൃത്ത് രാഷ്ട്രം എന്ന് പറഞ്ഞു കിടന്ന് ഇന്ത്യയുടെ അടുത്ത് കാണിക്കുകയാണെങ്കിൽ നാളെ നമ്മളോടും കാണിക്കും. മാത്രമല്ല അവന് ഒരു നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ മാനസികാവസ്ഥയിൽ അവനെ സഹായിക്കാൻ പറ്റുന്ന രാജ്യം ഉണ്ടായാലും തീർന്നില്ലേ കാര്യം. അപ്പൊ ഇപ്പോഴും ഈ പറയുന്ന പോലെ ഈ SCO മീറ്റിനകത്ത് ഈ റഷ്യ, ഇന്ത്യ, ചൈനയും കൂടെ വന്നപ്പോൾ ലോകമാധ്യമങ്ങൾ എഴുതിയത് എങ്ങനെയാന്ന് വിജയ് കണ്ടതല്ലേ? എന്തുവാ പറയുന്നത്? ഒന്നിനെതിരെ 3 ലോകരാജ്യങ്ങൾ. ഇയാൾ ഒന്നാമത് നിൽക്കുകയാണെങ്കിൽ ബാക്കി 3 രാജ്യങ്ങൾ 2, 3, 4 എന്താ സൈനികമായിട്ട് മോശം. ലോകത്തിലെ 4 സൂപ്പർ പവറിൽ 3 സൂപ്പർ പവർ ഒരിടത്തെന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതിയത്. അപ്പൊ അതേ രീതിയിലേക്ക്, അപ്പം ഇതേ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഇന്ത്യയുടെ ഒരു വിജയം മഹാവിജയം തന്നെയായിരിക്കും.